ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം രാഹുൽ കെ പിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവാൻ മുക്കോമനോവിച്ചിനെതിരായിട്ട് അദ്ദേഹം നടത്തിയൊരു പരാമർശമാണ് കൂടുതൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് നമുക്കറിയാം, ഒന്നാമത് രാഹുൽ കുറച്ച് എയറിലാണ്. ഫാഡിസിനൊന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിയും അതുപോലെ തന്നെ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. അതായത് മിഗാൽ സ്റ്റാറയുടെ കീഴിൽ കളിച്ചപ്പോൾ തനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക എഫക്റ്റീവായിട്ട് തോന്നി. അദ്ദേഹം കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് പേഴ്സണലായിട്ട് വിളിച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇവാൻ മുക്കോമനോവിച്ച് അങ്ങനെയല്ലായിരുന്നു. അതെൻ്റെ കാര്യം മാത്രമാണെന്ന് രാഹുൽ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ കാര്യം മാത്രമാണ്. എനിക്കത്ര മികച്ചതായിട്ട് അല്ലെങ്കിൽ ഞാൻ അത്ര കംഫോർട്ട് അല്ലായിരുന്നു ഇവാൻ്റെ സിസ്റ്റത്തിൽ. ബട്ട് മിഗാൽ സ്റ്റാറയുടെ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് രാഹുൽ കെ പി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ നമുക്ക് കെ പി രാഹുലിനെ എയറിൽ കണ്ട ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു ഇതുവരെ കണ്ടൊരു കെ പി രാഹുലിനെ അല്ല ഇവാൻ്റെ സിസ്റ്റത്തിൽ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒട്ടും കംഫോർട്ട് അല്ലായിരുന്നു ഇവാൻ്റെ സിസ്റ്റം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ അദ്ദേഹം അത് എടുത്തിവിടെ പറയുകയും ചെയ്തു. അതായത് നേരത്തെ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടർ-17 കോച്ച് ഉണ്ടായിരുന്നു ബിബിയാനോ. അദ്ദേഹമാണോ ഇവാൻ മുക്കോമനോവിച്ച് ആണോ ഫേവറേറ്റ് കോച്ച് എന്ന് പറഞ്ഞപ്പോൾ അന്നും ബിബിയാനോയുടെ പേരാണ് പറഞ്ഞത്. അദ്ദേഹം ഇവാൻ മുക്കോമനോവിച്ചിൻ്റെ പേരേ പറഞ്ഞില്ല. സോ അന്ന് മുതലേ അദ്ദേഹം അത്ര തൃപ്തനല്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഇവാൻ്റെ സിസ്റ്റത്തിൽ രാഹുൽ മികച്ചതല്ലായിരുന്നു. അദ്ദേഹം കംഫോർട്ടല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മിഗാൽ സ്റ്റാറയുടെ സിസ്റ്റത്തിൽ അദ്ദേഹം ഓക്കെയാണ്, ഹാപ്പിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. സോ എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ രാഹുലിനെ തെറ്റ് പറയണമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് പറയേണ്ടത് കാര്യമില്ല. കാരണം അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞാൽ പലരും ഇത് പറയാറില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ വഴി പോകും. ബട്ട് രാഹുൽ കെ പി അത് ഷോ അപ്പ് ചെയ്തു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റം അത്ര കംഫോർട്ടല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. സോ എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇപ്പോൾ നിങ്ങൾ സുശാന്ത് മാത്യുവിൻ്റെ കാര്യം തന്നെ എടുക്കുക. നമ്മൾ ആദ്യത്തെ സീസണിൽ ആ ഒരു ഫൈനലിൽ കയറിയ സമയത്ത് നമ്മുടെ സുശാന്ത് മാത്യു പറയുന്നുണ്ടായിരുന്നു, ആ ഒരു കോച്ച് എനിക്കത്ര എന്താ പറയുക, ഞാൻ ആ ഒരു കോച്ചിൻ്റെ സിസ്റ്റത്തിൽ കംഫോർട്ടല്ല, എന്നെ വലിയ പ്രാധാന്യമൊന്നും ആ ഒരു കോച്ച് നൽകത്തില്ല. സോ അത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. സോ അതുപോലൊരു ഒപ്പീനിയനാണ് രാഹുൽ കെ പി നൽകിയത്. ഇപ്പോൾ നമ്മൾ തന്നെ പല ടീമുകളിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ടീമിൽ തന്നെ കളിക്കുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോച്ച്. ഇപ്പോൾ ചെറിയ ചെറിയ ടീമാണെങ്കിൽ പോലും അവർക്ക് ചില ഇഷ്ടമുള്ള പ്ലേയേഴ്സാണ്, അവർക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവരോട് കൂടുതൽ സംസാരിക്കും, അവരെ ഗെയിമിനെ ഇതാക്കി പറയും, അവരാണ് ഗെയിമിൻ്റെ ഇമ്പോർട്ടൻ്റ് കാണിക്കും. പക്ഷേ കുറച്ച് പേരെ മാറ്റി നിർത്തും. സോ അവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും ഇത് എന്താ പറയുക തുറന്നു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ ഇതിൽ ഇവാൻ്റെ ഭാഗത്തും തെറ്റില്ല, രാഹുലിൻ്റെ ഭാഗത്തും തെറ്റില്ല. അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിന് അനുസരിച്ചുള്ള പ്ലെയറിനെ അദ്ദേഹം ഇതാക്കും. സോ അത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കും. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത കാണുന്നില്ല. ഗുഡ് ബൈ.